ഫിംഗർ നോക്കി വെക്ക്. നിർത്താൽ മതി. മാമക്ക് നല്ല സാധനം നല്ലത് എടുക്ക്. ഇത് അടിപൊളി, അവർക്ക് ഇഷ്ടാവും. ഇത് ഈത്തപ്പഴല്ലേ, ആടെ ഈത്തപ്പഴം മരമൊന്നുമില്ല. അപ്പം മാമാൻ്റെ വീട്ടിലെത്തിയതാ. മാമ തസ്ലി ഗിഫ്റ്റുമായിട്ട് പോകുന്നുണ്ട് മാമാൻ്റെ അടുത്ത്. വേഗം മാമാനോട് വേഗം വരാൻ പറയാ. അന്നേരം ഞാനും തസ്ലിയും കൂടി ഇന്ന് സൗദി അറേബ്യയിലേക്ക് പോയെന്ന്. മാമനവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ഞാൻ 2 ദിവസം മുമ്പ്. പിന്നെ കുറേ വീഡിയോ അങ്ങനെ യാത്രേണ്ടത് ഇട്ടുകൊണ്ട് നമ്മൾ ബോർഡർ അടക്കുന്ന സൗദി പോകുന്ന ഇട്ടുകൊണ്ട് പിന്നെ ഞാൻ ഇടായിട്ടാണ്. അന്നേരം ഇന്ന് തസ്ലിയും കൂടി ഉണ്ട്. വിസ അടിച്ചിട്ട് 3 മാസമായി. അന്നേരം നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇട്ടില്ല തോന്നല്ലേ. അപ്പൊ ഇന്നിപ്പോ ഈ ടൈം ആയോണ്ട് വന്ന് ഇന്ന് എപ്പോ രാത്രി പോക്ക്, അപ്പൊ ഒന്നും കാണൂലല്ലോ കാഴ്ചകൾ അധികം. രാത്രി ടോർച്ച് അടിച്ചാൽ കാണുമല്ലോ. അതുകൊണ്ട് ഞാനും കൂടി വെറുതെ ഇരുന്ന് കാറില്. അന്നേരം നമ്മൾ രണ്ടാളും സൗദിയിലേക്ക് പോകുന്ന ചെറിയൊരു വ്ളോഗാക്കാന്ന് വെച്ച് നമ്മള് ചിക്കു വരുന്നുണ്ട്. ചിക്കു അങ്ങനെ അപൂർവമായിട്ട് കിട്ടും. ഇനി വരുന്ന സമയത്ത് ചിക്കു ഇല്ലാന്ന് പറഞ്ഞാ. ചിക്കു ഇപ്പൊ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് സൗദിയില് അല്ലാസയിലേക്കാണ് പോകേണ്ടത്. അല്ലാസയിലേക്ക് ഇവിടുന്ന് ബോർഡറിലേക്ക് ഏകദേശം 80-85 കിലോമീറ്റർ നമ്മളെ സൽവാർ റോഡിന്ന്. അന്നേരം എല്ലാം കൂടി ഒരു 3 മണിക്കൂർ അല്ലേ, 3 മണിക്കൂർ കൊണ്ട് എത്തും. സാധ്യ ചൂടാ വീട്ടില്. അപ്പം നമ്മളങ്ങനെ ബോർഡറിലെത്തി. ഇവിടുത്തെ പെട്രോൾ അടിച്ചിട്ട് പോകാം. സൗദിയിലെ പെട്രോളിനെക്കാട്ടിയും നല്ല അത്യാവശ്യം നല്ല പെട്രോളാണ് കേട്ടോ ഖത്തറിലെ പെട്രോള്. അന്നേരം ഖത്തറിന് അടിച്ചിട്ട് പോവുക ചെയ്യുക. സൗദിക്കാരും അധികം വന്നാൽ ഖത്തറിന് ഇവിടുന്ന് പെട്രോൾ അടിക്കുക ചേട്ടാ. പൈസയും കുറവാന്ന് തോന്നുന്നു. പിന്നെ ഉറപ്പില്ലാണ്ട് പറഞ്ഞ പിന്നെ അപ്പുറം കുറവാണെങ്കിൽ പിന്നെ പെട്രോളിന് വ്യത്യാസമുണ്ട് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള. അതുകൊണ്ട് എല്ലാവരും കയറി അടിക്കുന്നുണ്ടാവും. ഇത് കുവൈറ്റുകാരും എല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ ബോർഡർ ക്രോസിംഗ് ആണ്. ഈ ബോർഡറിൽ ഇവിടെ കുറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ, സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാം അടിയും തിരക്കുണ്ട്. കാണിച്ചു കൊടുത്തിരുന്നല്ലേ? ആയിക്കോട്ടെ. ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ തിരക്കുണ്ടാവും. നോക്കാം. ഇതൊന്ന് 2 ഇതെന്റേത് നിന്റേതല്ലേ? ഞാൻ പഴയത് എടുത്തിനെ ഐഡി എടുത്തു. എന്റെ ഐഡി എന്റെ മേലുള്ള എന്റെ ഐഡി കയ്യിലൊക്കെ ഗദ്ദാമ ഡ്രൈവർ ഗദ്ദാമയ്ക്ക് കൂടിയിട്ട് പോകുന്നു. പിടിക്ക്. ഒരു പാസ്പോർട്ട് മതി, പഴയതാണ് നോക്ക്. അതെന്റെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ ചെയ്യണം. എന്നാലാണ് ആ കുറ്റി പൊന്തുക. ഫ്രണ്ടിലുള്ള കുറ്റി കാണിച്ചു കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലുള്ള കുറ്റി കുറ്റി പൊന്തിയാല് നമ്മള് പിന്നെ നമ്മളത് ഖത്തർ ബോർഡറിന്റെ സംഭവം ഫിനിഷായി. ഇനി ലാസ്റ്റ് ഒരു ചെക്കിംഗ് ഉണ്ട് ചെറിയ, അതും കൂടി കഴിഞ്ഞാൽ ഖത്തർ ഫിനിഷായി. അപ്പൊ നമ്മൾ ഖത്തർ ബോർഡർ ക്രോസ് ചെയ്തു. ഇനി നേരെ സൗദിയിലേക്ക്. അത് വേണം, അതെല്ലാം സൗദിയിൽ കാണിക്കട്ടെ. ആ പേപ്പറിൽ പോയാൽ പിന്നെ അങ്ങോട്ട് കടത്തി വിടൂല. അപ്പം നമ്മൾ സൗദി ബോർഡറിലല്ല, സൗദി എമിഗ്രേഷനിലെത്തി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ സമാധാനമില്ല. അപ്പോൾ എമിഗ്രേഷനിലെത്തി. അപ്പോൾ പുതിയ വിസക്കാരാണെങ്കിൽ ഓൺലൈനിലെല്ലാം വിസ എടുത്തിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ റൈറ്റ് സൈഡിൽ പോയിട്ട് അവിടെ പോയിട്ട് വിസയെല്ലാം അടിച്ചിട്ട് വരിക. ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഇവിടെ വന്നിട്ട് കണ്ട ഇവിടെ കുറേ വണ്ടികളുണ്ട്. ലൈൻ നിന്നിട്ട് വീണ്ടും പോകേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ബോർഡറിൽ പോയി വിസ അടിച്ചിട്ട് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ ഇവിടെ ഫിംഗർ കൊടുക്കണം. ഈ ഫിംഗറിന് എപ്പം പ്രശ്നമാണ്, കാരണം ഈ ഫിംഗർ ആകൂല. വേറെ ഇതങ്ങാറ്റം വെച്ചാൽ മതി. നോക്കാം. ചിലപ്പോൾ ആവും, ചിലപ്പോൾ സിമ്പിളായിട്ടാവും, ചിലപ്പോൾ ആകുമായിരിക്കും. أنا
ഫിംഗർ ആ നോർത്തി വെക്ക്. ഓക്കെ ആയാ ആ വേഗമായി എന്നാ അങ്ങനെ ആകില്ലല്ലോ, ഐസിന് അങ്ങനെ ആകലില്ല. ഇതെന്താ? അവരെ സെൻസർ അടിപൊളിയാണ്. അപ്പൊ നമ്മളെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഇനി വണ്ടീന്റെ ഇത് കസ്റ്റംസ് കട്ടായിക്കോ ഇവിടെ ഫോൺ വീഡിയോ എടുക്കാൻ പാടില്ല. ആ പെട്ടി അവിടെയാണ് ഇൻഷുർ എടുക്കണുണ്ടോ? അവിടെയാണ് ഇൻഷുർ എടുക്കുന്നത്. ആദ്യം ഇവിടെയായിരുന്നു, ഇവിടെ തന്നെയാണ് ഇൻഷുർ എടുക്കുന്നത്. ഇപ്പൊ ആ പെട്ടി പോയിട്ട് എടുക്കണം. ആ പെട്ടി പുതിയതുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ രണ്ടാളും സൗദിയിലേക്ക് എത്തി. അങ്ങനെ തസ്ലി വിസ അടിച്ചിട്ട് ആദ്യമായിട്ട് സൗദിയിലേക്ക് കടന്നു. സൗദിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സൗദിനെ പറ്റിയൊരു പാട്ടുണ്ടാ തസ്ലി? തീർച്ചയായിട്ടും. എന്നാ കുറച്ചങ്ങോട്ടത്തിട്ട്. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പിൽ കയറി ഖത്തറിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം. വരുമ്പോൾ പറ്റൂല, മാമയുള്ളുണ്ട്. ഇത് വാങ്ങിക്കണം തസ്ലി. പൂക്ക് പൂക്കി ആ പൂക്ക് വാങ്ങിക്കണം. പൂക്ക് ബോക്സിന് ഇട്ടാ നോട്ടെ. വാ, ഇവിടെ എന്തെല്ലാം ഉണ്ട് തസ്ലി? ഇതെന്നാ കട്ട ബിസ്ക്കറ്റ്. ഇതല്ല കാരക്ക, ഇത് കാരക്ക പോലത്തെ ഈത്തപ്പഴം. പച്ച ഈത്തപ്പഴം കണ്ട. ഇപ്പം പച്ച ഈത്തപ്പഴത്തിന്റെ സമയമാണ്. ഇത് കാടയിലുണ്ട്, നമ്മളെ റൂമിൻ്റെ അടുത്തുണ്ട്. സത്യം ആ കിട്ടു. ഫുള്ള് ഈത്തപ്പഴമാണ്. വാ നമുക്ക് ആ സാധനം വാങ്ങിക്കാലോ. അപ്പോൾ ഇത് 4 കാർട്ടൂണ്, അത് 2 കാർട്ടൂണ്. എത്രയോ ഉണ്ട് ചങ്ങായിക്ക് വക്കാലയിലേക്ക്. ആ പെട്ടീൻ്റെ പൈസയാണ്. ചോക്ലേറ്റിന് ആകെ 2 റുപ്യ ഉണ്ടാവും. സത്യം. പിസ്ത അന്നേരം നീ എന്താന്ന് കൊണ്ടു കൊടുക്കുന്നത്? എന്തെങ്കിലും കൊടുക്കണം. ഈ സാധനം എന്നാ? ഇത് പിസ്തേന്റെ എന്തോ സീസാണ്. മാമ കൊടുക്കാനാ? മാമാന്റെ സിസ്റ്ററിന് കൊടുക്കാൻ ഈത്തപ്പഴം വാങ്ങിച്ചോ. മറ്റേ പച്ച ഈത്തപ്പഴം. അപ്പം പച്ച ഈത്തപ്പഴം. ഇതിപ്പം വരുന്ന ഈത്തപ്പഴം. ഇത് ഒന്നെടുത്താൽ മതി. മാമക്ക് നല്ല സാധനം, നല്ലത് എടുക്ക്. ഇത് അടിപൊളി, അവർക്ക് ഇഷ്ടാവും. ആ ഇത് പച്ച ഈത്തപ്പഴല്ലേ. ആടെ ഈത്തപ്പഴം മരമൊന്നുമില്ല. അല്ലല്ല, അവർക്ക് ഇഷ്ടാവും. ഇത് ഭയങ്കര സംഭവമാണ്. സ്വീറ്റ്സ് ഇല്ലല്ലോ. ഏത് സ്വീറ്റ്സാണ്? പിന്നെ മറ്റേ ഈ വേറെ ഈത്തപ്പഴം കാറ്റെടുക്കണം. അത് മതി. എന്തെങ്കിലും കൊടുക്കേ വേണ്ടു. സന്തോഷം. ആ ഇതെന്താണ്? ബാർലി ബിസ്ക്കറ്റാ? നമ്മുടെ നാട്ടിലെ ബാർലി ബിസ്ക്കറ്റാ? എന്നാ സാധന? എടുത്തു. നാട്ടിലെ കേക്കിൻ്റെയാ? ആ ഇത് വേറെ എന്തോ ഒരു കേക്കാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന്റെ കോലം കണ്ടിട്ട് ടേസ്റ്റ് ഇല്ലാതെ. അപ്പൊ നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കൊറേ സാധനം ഉണ്ടല്ലോ. കൊറേ സാധനം ഉണ്ട്. മാമ എന്തോ അലക്കാൻ കൊടുത്തതല്ല, ഞാൻ ഇന്റർനെറ്റ് നല്ല കഥ. മാമ കൊടുക്കണ്ടേ ഗിഫ്റ്റിന്റെ ഈ സാധനം പൊട്ടിയാ? അയ്യോ ഇതിന്റെ വീണു ഏതാ? ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അടിപൊളി പോസ്റ്റെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മളെ ബോർഡറിലെത്തി. നമ്മളെ ബോർഡറിലെ കൊടിയെല്ലാം അയച്ചാടി. ഇതാ നമുക്കൊന്ന് പുതിയ കൊടി വെക്കാനായിരിക്കും. അപ്പൊ നമ്മൾ നേരെ പോയത് സൗദിയിലേക്ക്. സമയം എത്ര മണിയാണേ? സമയം 4 മണിയായി. അത്രയായി. അസലേ
നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഒന്നും കൊടുക്കാതെ കൊണ്ടുള്ള വിഷമം ഇപ്പോൾ ഇപ്രാവശ്യം തീരുമാനമാവില്ലേ? പക്ഷെ ഞാൻ വിചാരിക്കാത്ത ശരിക്കും അതിന്റെ പ്രൈസ് കുറച്ചാട്, പ്രൈസ് കുറച്ചാട് മല്ലനാ. അത് വേണ്ട, മല്ലനെ പറിക്ക്. അതിന്റെ പ്രൈസ് ഉണ്ടാ? അല്ല, അത് മല്ലനെ പറിക്കണോ? അതാരും വെക്കൂല. ഗിഫ്റ്റ് കൊടുക്കാനാന്ന് വിചാരിച്ചിട്ടാ. അവര് നല്ല ഇതെല്ലാം തന്നിന് ബോക്സ് എല്ലാം. ഒട്ടകത്തിന്റെ എന്നാ ഒട്ടകം കാണിച്ചാ? ആ മാമ ഒട്ടകത്തിന്റെ അടുത്ത് വെക്കുന്നത്. ഈത്തപ്പഴം നോക്കിട്ട് മാമ വെക്കുന്നത് കറക്റ്റ്. അത് പറിക്കൂ, പ്രൈസ് നിർബന്ധമായും പറിക്കണം. ആ ഓക്കെ. അപ്പൊ നമ്മളെങ്ങനെ പോയാനട്ടാ? നമുക്ക് പോന്നേക്കില്ലേ തസ്ലി? മുന്നിലൊരു സ്ഥലമുണ്ട്. ഈ നമ്മളെ ആടാ ഈ KFC മറ്റേ ഇതെല്ലാം പോലത്തെ. ഇവിടെ അൽബൈക്ക് ഉണ്ട്. അൽബൈക്ക് ഈ അല്ലസ എത്തുന്നവരെ കാണുന്നില്ല അവിടെയും. പക്ഷെ ഒരു കുടൂന്ന് എഴുതിയിട്ട് ഞാൻ കൊറേ കാലം ഇപ്പം പോകുമ്പോ കാണുന്നു. മലയാളി ഷോപ്പൊന്നല്ല, അത് മലയാളിന്റെ ഒരു ദോശന്റെ ഷോപ്പാണ് കുടു. നീ മലയാളി ഷോപ്പാന്ന് ചോദിച്ചിട്ടില്ലേ? എന്നാലും ആ കുടുവിൽ കയറിയിട്ട് നമുക്ക് ആടത്തെ ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യണം. പക്ഷെ ഈ സമയത്ത് ശരീരത്തിൽ ചെയ്യാൻ തോന്നുന്നില്ല. രാത്രിയെല്ലാം ആണേനും. പക്ഷെ കേറി നോക്കാം നമുക്ക് എന്താ കിട്ടാൻ. ആടെ അങ്ങാറ്റുണ്ടല്ലോ ഷോപ്പ് കുടു. അപ്പൊ നമ്മളെ കുതുവത്തി നമുക്ക് ഓൺ ദ ഡ്രൈവ് ഉണ്ട്. അവിടെ കയറി നോക്കാം. കൂതുന്നാ എന്തെങ്കിലും ടീടിയൊന്നും ഉണ്ടാവും നോക്കവാ. ബർഗർ പോലത്തെ എന്തൊക്കെ ആയിരിക്കും. എന്നാ പറയാ നമ്മളിപ്പോ? എന്നാ പറയാ? ഒന്ന് പറയാട്ടാ. ചിക്കൻ ബർഗർ. ചിക്കൻ ബർഗർ ഇതും പറയാം. നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ട്. ഉണ്ടാവും വിചാരിക്കാം. 26 कितना? वेट बस एक बर्गर चाहिए सर. एक बर्गर ഒരു ബർഗർ മതി. ടേസ്റ്റ് നോക്കാനല്ലേ ഇപ്പൊ സത്യത്തില്. ഒരു ബർഗറാ കിട്ടും അതിന്റെ പാക്കേജ് ആയിട്ട്. കൂതു മസാല. മസാല വെച്ചാൽ ഇഷ്ടമാണ്. മറ്റേ ടേസ്റ്റ് ഇല്ല. ചിപ്സ് മാർക്ക് കൊടുക്കാൻ കഴിയില്ല. ചിപ്സ് നമ്മളെ KFCയും ഇതിന്റെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടാ. അല്ലേ? ഇങ്ങനെ അടുത്തത് നോക്ക്. അടുത്തത് ഇതൊന്നാന്ന് മറ്റേ ഇതിലുണ്ടാക്കിയതാ. ചിപ്സ് അങ്ങനെ മോശമില്ല. എന്നാലും നമ്മൾ വെച്ച് നോക്കുമ്പോ ബർഗർ നോക്ക്. ചിപ്സിന് കഴിച്ചോ? അയ്യോ ബർഗർ മോനെ കഴിക്കാ. ബർഗർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊഴപ്പൊന്നുമില്ല. 2 ബർഗർ വാങ്ങിയാൽ മതിയേനു. എന്ത് സാധനം. വേണ്ട കഴിച്ചോ എനിക്ക് വേണ്ട. പിടിക്കുടിക്ക് ഞാൻ ഡ്രൈവ് ആയിട്ട് കഴിച്ചോ. അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഓരോരു കഫ്തീരിയയിൽ പോയിട്ട് വാങ്ങുന്ന ടേസ്റ്റ് നമ്മളെ KFCന്റെയും മെക്ഡോണൾസിന്റെയും ടേസ്റ്റ് ഇല്ല കേട്ടാ. ആ ടേസ്റ്റ് ഇല്ല. നീ കഴിച്ചു നോക്കിയേ. കഫ്തീരിയയിൽ പോയിട്ട് നമ്മള് ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ഡിഫറെന്റ് ടേസ്റ്റ് ഇല്ല. അതേപോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ? ആ മെക്ഡോണൾസിന്റെ KFCന്റെ ആ ഒരു ഇതില്ല. നിന്റെ തിന്നല് കാണുമ്പോ നീ തിന്നാൻ വേണ്ടിട്ട് എന്റെ എപ്പോഴും വന്ന മാതിരി ഉണ്ടല്ലോ. ഒരു ബർഗർ ഇപ്പാണ് ഉച്ചക്ക് ചോറും കഴിച്ചിട്ട് ഇളകിയത്. ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, അല്ലാണ്ട് തിന്നാൻ വേണ്ടി വാങ്ങിച്ചതല്ല. അപ്പൊ നമുക്ക് അല്ലാസയിലേക്ക് ഉഫൂഫിലേക്കാണ്. ഉഫൂഫിന്റെ അടുത്താണ്. 135 കിലോമീറ്റർ ആണ് ഉഫൂഫിലേക്ക്. അന്നേരം അല്ലാസയിലേക്ക് ഏകദേശം നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് അത്രയും ഉണ്ടാവും. 115 കിലോമീറ്റർ അങ്ങനെ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 10-70 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പൊ ചുറ്റിലും മരുഭൂമി, വേറെ ഒന്നും ഇല്ല കാണാൻ. അന്നേരം തസ്ലി ഒരു ചെറിയൊരു പാട്ട്. എത്ര വരി? 4 വരി, 6 വരി, 8 വരി?
ഓക്കെ മധുഹാനങ്ക മധു തസ്ലി ഒരു 8 വരി മധു ഗാനം പറഞ്ഞോട് കേട്ട് ഞാൻ 10 രൂപ ആ എന്നാ 10 രൂപ സമയം ഇപ്പൊ 5:30 5:30 ചൂടൊന്നും കുറഞ്ഞില്ല. എല്ലായിടത്തും കത്രി വണ്ടികൾ. മാമന്റെ വീട് ഇതാ. മാമ എന്നെ കാത്തുക്കുന്നുണ്ടോ? ഇതാണ് മാമന്റെ വീട്. ഇരുട്ടിയുണ്ട് വഴി, ഇരുട്ടിയുണ്ട് വഴി. ഇരുട്ട് പോയാൽ മതി. അതേപോലെയാ. നീ മാമാൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുള്ള് വീഡിയോ എടുക്കുക. അപ്പം മാമാൻ്റെ വീട്ടിലെത്തിയതാ. മാമ തസ്ലി ഗിഫ്റ്റുമായിട്ട് പോകുന്നുണ്ട് മാമാൻ്റെ അടുത്ത്. വേഗം മാമാനോട് വേഗം വരാൻ പറയാ. ഈലോട്ട് വേണമെങ്കിൽ പോവാ. ഈലോട്ട് പോട്, ഈലോട്ട് പോട്, അങ്ങോട്ട് പോട്. മാമാനോട് വേഗം. മാമാനോട് പറയും സുറ സുറ തുറന്നു നോക്കിയാ. ആ ഉണ്ട്, തുറന്നു. ഓക്കെ ഓക്കെ എന്നാ പോട്. അപ്പോൾ നമ്മളെ സൗദിയിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് റൂമിൻ്റെ അടുത്ത് എത്തി. 10 മണിയായി സമയം. പിന്നെ വരുമ്പോൾ പിന്നെ മാമയുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവള് ബാങ്കിൽ കടന്നിറങ്ങി. ഇല്ല അന്നേരം നമ്മളെ ഫുഡ് വരുന്നുണ്ട്. മാമ ഫുഡ് ഓർഡർ ചെയ്തിന്. നീ വാങ്ങിച്ചിട്ട് പോയത് സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ട് പോവാ. അന്നേരം നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.